നമസ്കാരം. വഖഫ് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഭാരതീയർക്ക് തലവേദനയാകുന്നത്, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക്? ചിന്തിച്ചാൽ കുറച്ച് ചരിത്രത്തിലേക്ക് തന്നെ പോകേണ്ടി വരും. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ മുസ്ലിം പ്രീണന നയമാണ് വഖഫ് അധിനിവേശത്തിന് കാരണമെന്ന് പത്മശ്രീ ഡോക്ടർ CI ഐസക് വ്യക്തമാക്കുകയാണ്. വഖഫ് ഭീകരതയെ തുറന്നുകാട്ടി ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് നടന്ന ജാഗരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഷിയ സുന്നി വിഭാഗങ്ങൾ ഭാരതത്തിന്റെ വസ്തുവകകൾ കൈവശം വെച്ചിരിക്കുന്നതിൽ 3-ാം സ്ഥാനത്താണ് എന്ന് കണക്കുകൾ കാണിച്ച് അദ്ദേഹം പറയുകയുണ്ടായി. 2013 വരെ ഭരിച്ച കോൺഗ്രസ് സർക്കാരുകളാണ് ഈ പ്രീണന നയം നടപ്പിലാക്കിയിരിക്കുന്നത്. കോടതിയിൽ പോലും ചോദ്യം ചെയ്യാനാകാത്ത രീതിയിലാണ് നിയമനിർമ്മാണം നടത്തിയിട്ടുള്ളത്. അതിന്റെ ഫലമായി പണം കൊടുത്ത് വസ്തു വാങ്ങി അനുഭവിച്ചു വരുന്ന പാവപ്പെട്ടവർ പോലും ഇന്ന് വഴിയാധാരമാകുകയാണ്. ഭാരതത്തിൽ മതേതരത്വം എന്നാൽ ന്യൂനപക്ഷ പ്രീണനമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇടതും വലതും ചേർന്ന് മതേതരത്തെ കിടപ്പ് രോഗിയാക്കി മാറ്റിയിരിക്കുകയാണ്. ചില മതങ്ങളെ തളർത്തിയിരിക്കുകയാണ്. ജനങ്ങളെ അസമത്വത്തിലാക്കിയിരിക്കുകയാണ്. വഖഫ് നിയമത്തിൽ കൊണ്ടുവരാൻ പോകുന്ന നിയമ ഭേദഗതി ന്യൂനപക്ഷങ്ങളെ തകർക്കാൻ BJP കൊണ്ടുവരുന്നതാണ് എന്ന്, മുസ്ലിങ്ങളെ ഇല്ലാതാക്കാനാണ് ഇതെന്നൊക്കെ തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ ഉള്ളത്. ഇതേ തെറ്റിദ്ധാരണ തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയപ്പോഴും നാം കണ്ടത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മുൻപത്തെ വിഷയം പ്രാദേശികമാണ് എന്നും ഏതാനും ആളുകളെ മാത്രം ബാധിക്കുന്നതാണ് എന്നുമാണ് കോൺഗ്രസ് പറയുന്നത്. മുനമ്പം വഖഫ് വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ അഭിപ്രായത്തെ തള്ളി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്ന് പറയാൻ ആർക്കും അവകാശമില്ല എന്നും VD സതീശന്റേത് വ്യക്തിപരമായ അഭിപ്രായമാണ് എന്നും KM ഷാജി പറയുകയുണ്ടായി. മുനമ്പം വഖഫ് ഭൂമി പ്രശ്നം 90 ദിവസത്തിനകം പരിഹരിക്കുമെന്ന സംസ്ഥാന സർക്കാരിന്റെ വാഗ്ദാനം വെറുതെയാണ് എന്ന് BJP നേതാവും കേരള പ്രഭാരിയുമായ പ്രവാഷ് ജാവേദ്കർ വ്യക്തമാക്കുകയാണ്. സംസ്ഥാന സർക്കാർ വിചാരിച്ചാൽ 90 ദിവസമല്ല 90 മാസം കഴിഞ്ഞാലും ഈ പ്രശ്നം പരിഹരിക്കാനാവില്ല എന്ന് ഇന്നലെ മുനമ്പം സമരവേദിയിലെത്തിയ അദ്ദേഹം വ്യക്തമാക്കുകയാണ്. ജുഡീഷ്യൽ കമ്മീഷനെ നിയോഗിച്ചത് വഴി മുനമ്പം വിഷയത്തെ പ്രാദേശിക വിഷയമാക്കി ഒത്തുതീർപ്പാക്കാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയുള്ള തന്ത്രം മാത്രമാണ്. വഖഫ് നിയമ ഭേദഗതിയിലൂടെ മാത്രമേ മുനമ്പം വിഷയത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ സാധിക്കുകയുള്ളൂ. ഭരണഘടനയ്ക്ക് മുകളിലുള്ള വഖഫിന്റെ അവകാശങ്ങൾ നിയമനിർമ്മാണത്തിലൂടെ തന്നെ പരിഹരിക്കും. പാർലമെന്റിന്റെ ബഡ്ജറ്റ് സമ്മേളനത്തിൽ തന്നെ വഖഫ് ഭേദഗതി നിയമം പാസാക്കുമെന്നും പ്രവാഷ് ജാവേദ്കർ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. മുനമ്പം ഭൂമി പ്രശ്നം കൃത്യമായി സംയുക്ത പാർലമെന്ററി സമിതിയുടെ റിപ്പോർട്ടിൽ പരാമർശിക്കുമെന്ന് JPC അംഗവും സംസ്ഥാന സഹപ്രഭാരിയുമായ അപരാജിത സാരംഗിയും ഉറപ്പു നൽകിയിരിക്കുകയാണ്.